ഒരു ഈ ഭൂമിയോട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഒരു സ്വർഗീയമായ ജീവിതത്തിന് നമ്മളെ തന്നെ കരുപിടിപ്പിക്കുകയാണ്, നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നിത്യ സ്വർഗീയമായ ജീവിതത്തിന് വേണ്ടി ഭൂമിയിൽ വെച്ച് നമ്മളെ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സഭാജീവിതം അതാണ്. हम लोग जब इस दुनिया में जीते समय में ये जो समय जो हमको दिया है, ये जो कलीसिया जीवन या भूमि में पृथ्वी में जो हमारा ये उम्र का ये समय हमें स्वर्ग के लिए की बातों के लिए हमें तैयार कर रहा है. ഈ ലോകത്തിന്റെ സിസ്റ്റം മുഴുവനും മാനുഷികമായ ജ്ഞാനപ്രകാരം ലോക ജ്ഞാനപ്രകാരമാണ് ഈ ലോകത്തിന്റെ സിസ്റ്റം മുഴുവനും. ये दुनिया का जो रीत रिवाज तरीका जो कंट्रोल वो सब संसारिक रीति से चलता है. നമ്മൾ ഒരു കാലം വരെയും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെയും ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ ആ ലോകജ്ഞാനം അനുസരിച്ച് ജീവിച്ചവരാണ്. हम भी एक समय में विश्वासी बनने से पहले ये संसार का रीत रिवाज के अनुसार और संसार के सामर्थ्य में और बाकी अन्य जातियों के जैसा वो लोग इस दुनिया के इच्छा के अनुसार जीते, वैसे हम भी ये दुनिया के लोगों के समान जी रहे थे. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ദൈവികമായ സംരക്ഷണവും ദൈവികമായിട്ടുള്ള ഇടപെടലും നമ്മളിൽ ഉണ്ടായി. നമ്മൾ കർത്താവിന്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി. परंतु हमारे जीवन में एक ईश्वरीय सामर्थ्य कार्य किया, परमेश्वर की ओर से उनका अनुग्रह हमारे का कार्य हुआ, जिसके वजह से प्रभु ने हमारे अंदर कार्य करने की वजह से हमारा उद्धार हुआ. അപ്പോൾ ഇന്നത്തെ അടുത്ത യുഗത്തിലേക്കുള്ള നമ്മുടെ ജീവിതത്തിന് കരുപിടിപ്പിക്കുന്ന രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണ്. ഒന്ന് തിരുവചനം വായിക്കുക, രണ്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, തിരുവചനം വായിക്കുക. രണ്ടും സൈമൾട്ടേനിയസ്ലി നമ്മളിൽ നടക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. तो इसलिए आज इस दुनिया में हम जीते समय में जिसके वजह से हम लोग आने वाले युग के लिए हम लोग तैयारी कर रहे हैं और उस युग में जिएंगे, आज के समय में दो बातें हैं जो हमें सहायता करता है उस युग में जीकर सामर्थ्य में जीने के लिए. उसमें से एक है वचन का अभ्यास करना और दूसरा है प्रार्थना करना. അപ്പൊ തിരുവചനം ലോകജ്ഞാനപ്രകാരമല്ല, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനപ്രകാരം എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടെങ്കിലേ വേദപുസ്തകം മനസ്സിലാകുകയുള്ളൂ. अब परमेश्वर का वचन जो है वो ईश्वरीय ज्ञान से लिखा गया है, संसार का ज्ञान से नहीं, संसार के कार्य की वजह से नहीं, लेकिन परमेश्वर के ज्ञान से है. इसके लिए हमें वो वचन समझना है, पढ़ना है, तो हमें ईश्वरीय ज्ञान या पवित्र आत्मा का मदद का जरूरत है. നമ്മൾ വചനം വായിക്കുമ്പോൾ, ലോകജ്ഞാനത്തിൽ വായിക്കുമ്പോൾ വചനത്തിൽ അക്ഷരപ്രകാരം മാത്രം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയും. परंतु वचन को अगर हम लोग संसार के ज्ञान से या शारीरिक बुद्धि से या हमारा स्वाभाविक मनुष्य का सामर्थ्य या बलबूते से अगर हम लोग बाइबल पढ़ने लगेंगे तो थोड़ा ज्ञान ही हमको मिलेगा. പ്രാർത്ഥിക്കാനുള്ള കാര്യവും നമ്മള് ജഡപ്രകാരം വചനം വായിക്കുന്നത് ലോകപ്രകാരമുള്ള ജ്ഞാനത്തിലാകുമ്പോൾ പ്രാർത്ഥിക്കുന്നതും ലോകപ്രകാരമുള്ള ജ്ഞാനത്തിലായിരിക്കും. और जिसके वजह से क्या हमारा प्रार्थना भी, क्योंकि हम लोग वचन संसार के बुद्धि के मदद से हम पढ़ रहे हैं, शारीरिक बुद्धि से, प्रार्थना भी हमारा क्या हो रहा है उसी रीति से संसारिक बुद्धि से हम पढ़ रहे हैं. അപ്പൊ അങ്ങനെ ഈ രണ്ട് കാര്യവും നമ്മളിൽ തന്നെ നമ്മുടെ ജഡജ്ഞാനത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് നമ്മള്. അതായത് 1 കോരിന്ത്യർ അതിന്റെ 2-ാം അധ്യായം. तो इस रीति से अगर हम लोग कार्य करेंगे तो क्या होगा, हम अपने आप को धोखे में डाल रहे हैं. पहला कोरिन्थी 2 अध्याय जब पढ़ते हैं, 1 കോരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. पहला कोरिन्थी 3:18 में हम इस रीति से पढ़ते हैं, कोई अपने आप को धोखा न दे. यदि तुम में से कोई इस संसार में आने अपने आप को ज्ञानी समझे तो मूर्ख बने कि ज्ञानी हो जाए. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ആരെങ്കിലും സ്വയജ്ഞാനത്താൽ നമ്മള് വചനം വായിക്കുകയും സ്വയജ്ഞാനത്താൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ, വായിക്കുന്നുമുണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്, പക്ഷെ ആള് വഞ്ചിക്കപ്പെടുകയാണ്. കാരണം ഇവിടെ ദൈവത്തിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകാത്തത് കൊണ്ട് അത് നിത്യതയോട് ബന്ധപ്പെടുന്ന ആകുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ഭൗമികമായ നിലയിലും നമ്മുടെ വചനധ്യാനം എല്ലാം ഈ ഭൂമിയിൽ അനുഗ്രഹിക്കുന്നതിനുള്ള ബന്ധത്തിൽ റിസ്ട്രിക്റ്റ് ആയി പോവുകയാണ്. അത് നിത്യയുഗത്തിലേക്ക് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു നിലയിലേക്ക് അത് ഉയർത്തപ്പെടുന്നില്ല. तो जो कोई व्यक्ति अगर संसार का या शारीरिक सामर्थ्य से अगर बाइबल पढ़ता है, प्रार्थना करता है, तो वो क्या हो रहा है, वो अपने आप को एक बहुत बड़ा धोखे में गिरा रहा है, क्योंकि उसने प्रभु का वचन का सामर्थ्य को उसने नहीं समझा. क्योंकि वो तभी भी वो क्या कर रहा है, ये सब के अवस्थे में
वो संसार का ज्ञान पर ही वो भरोसा कर रहा है, उसमें स्वर्गीय विषय में उसको कुछ भी ज्ञान नहीं मिल रहा, स्वर्गीय विषय में कुछ भी उन्नति प्राप्त नहीं कर रहा, बल्कि वो अपना अपना सांसारिक बुद्धि को इस्तेमाल करके कुछ बातों को वो प्रार्थना कर रहा था, या उसके समझ से वो वचन पढ़ रहा था। ऐसा व्यक्ति धोखे में है। അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ നിത്യതയോട് ബന്ധപ്പെട്ടുള്ള വചനധ്യാനവും നിത്യതയോട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയും നമുക്ക് ഉണ്ടാകാനുള്ള സഹായത്തിനായിട്ടാണ് കർത്താവ് ചില കാര്യങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമുക്ക് ലൂക്കോസ് സുവിശേഷം 11 അധ്യായം വായിക്കുമ്പോൾ അവിടെ इसलिए 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. इसलिए लूका का सुसमाचार 11 अध्याय 11 से 13 जब पढ़ते समय में हमें वहां पर प्रभु जब वहां पर वचन से बात करते समय में वो हमें सहायता करके बता रहा है कि वो हमें प्रभु हमें बताना चाहता है कि किस रीति से इस दुनिया में जीते समय में हमें अपना संसारिक ज्ञान या शारीरिक ज्ञान को ना इस्तेमाल करते हुए आत्मिक ज्ञान का हमें इस्तेमाल करना है। उस विषय में प्रभु एक बात वहां पर कहता है। लूका 11 का 11 से 13 पढ़ना जल्दी। ഓക്കെ അല്ല, അത് മുഴുവൻ വായിക്കണ്ട. അവിടുത്തെ സന്ദർഭം ओके കർത്താവ് പറയുകയാണ്. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാര് വന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. तो प्रभु जब यहाँ पर प्रार्थना कर रहा था तो चेले लोग ने आकर प्रभु को पूछा कि हम प्रार्थना कैसा करना चाहिए। അപ്പൊ കർത്താവ് ഒരു ഐഡിയൽ ഫോം കൊടുക്കുന്നുണ്ട്. तो प्रभु वहां पर एक रूप एक आइडिया वहां पर दे रहा है। പിന്നീട് കർത്താവ് അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ വേറൊരു നിലയിൽ കർത്താവ് അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുക്കുകയാണ്. അതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു സാദൃശ്യം കാണിച്ചു. और फिर प्रभु वहां पर वाक्य 5 जब पढ़ते समय में वहां पर एक दृष्टांत का एक रूप से प्रभु वहां पर बात करके बताता है। എന്നിട്ട് വളരെ നിശ്ചയമായിട്ട് 9 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറയുകയാണ്. 9 മുതലുള്ള വാക്യങ്ങൾ. और उसके बाद वहां के वाक्य 9 से प्रभु हमको कहता है, അത് വായിക്കും. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 9 से 13 തത്വം അവിടെ പറയുന്നുണ്ട്. 9 से 13 पढ़ते समय में प्रार्थना का भेद वहां पर बताता है। और मैं तुमसे कहता हूँ कि मांगो तो तुम्हें दिया जाएगा, ढूंढो तो तुम पाओगे, खटखटाओ तो तुम्हारे लिए खोला जाएगा। क्योंकि जो कोई मांगता है उसे मिलता है, और जो ढूंढता है वो पाता है, और जो खटखटाता है उसे उसके लिए खोला जाएगा। तुम में से कौन पिता होगा कि जब उसका पुत्र रोटी मांगे तो उसे पत्थर दे, या मछली मांगे तो मछली के बदले उसे सांप दे, या अंडा मांगे तो उसे बिच्छू दे। सो जब तुम बुरे होकर अपने लड़के वालों को अच्छी वस्तुएं देना जानते हो, तो स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा क्यों न देगा। ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ചോദ്യം, നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് ഓൾറെഡി പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ എന്തിനാണ് ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ട്. ये वाक्य 13 वाक्य पढ़कर हमें लगता है कि अरे हम लोग नया जन्म हो गया, पवित्र आत्मा हमको मिल तो गया है, फिर क्यों यहाँ पर प्रभु ऐसा कहता है कि तुम मांगो तो पवित्र आत्मा तुमको देगा करके? ऐसा सवाल हमारे अंदर आ सकता है। പല വേദ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, നമ്മള് യേശു കർത്താവ് ക്രൂശിന് മുൻപെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അതുകൊണ്ട് നമ്മള് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമ്മള് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നമുക്ക് ഓൾറെഡി ആത്മാവുണ്ട് എന്നുള്ള ഒരു വിശദീകരണമുണ്ട്. इसमें एक अर्थ ऐसा भी बहुत भाई लोग कहते हैं कि प्रभु ने जब ये बातें कहा कि पवित्र आत्मा के लिए प्रार्थना करो, ये हम जानते हैं कि पुनरुत्थान के पहले यहाँ पर हुआ था। पुनरुत्थान के बाद क्या हुआ कि आत्मा हमारे अंदर आने की वजह से सर्वदा हमारे अंदर बसा हुआ है, इसलिए ये पुनरुत्थान की पहले की बात था कि प्रार्थना पवित्र आत्मा के लिए प्रार्थना करो करके। ഇവിടെ കർത്താവ് പറയാൻ ഉദ്ദേശിച്ച വിഷയം നമുക്ക് അതിന്റെ 11ാം വാക്യം, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പൻ, ആ അപ്പനോടും മകൻ, ഒരു അപ്പൻ മകൻ ബന്ധത്തിൽ വരുമ്പോൾ ഈ ഭൗമിക നിലയിൽ, ഭൗമിക മണ്ഡലത്തിൽ ഈ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അതായത് ഈ അപ്പന്റെ പിതൃത്വം താൽക്കാലികമാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ പിതൃത്വം കഴിയത്തില്ല. ഈ മകൻ ചോദിക്കുന്ന കാര്യവും പിതൃത്വത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കുന്ന കാര്യവും താൽക്കാലികമാണ്, അതില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നതാണ്. അപ്പൊ കർത്താവ് അവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് എന്റെ അടുക്കൽ വരരുത്, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി എന്നോട് പ്രാർത്ഥിപ്പി, ഞാൻ അത് തരും. അപ്പോൾ ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു ഭൗമിക മനുഷ്യൻ ഇത്രത്തോളം ഭൗമിക കാര്യം ചോദിച്ചാൽ കൊടുക്കാൻ നല്ലവനാണെങ്കിൽ, സ്വർഗസ്ഥനായ എന്റെ പിതാവും നിങ്ങളുടെ പിതാവും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുന്ന അവിടെ വായിക്കും കണ്ടോ, അവിടെ ആ വാക്യത്തിന്റെ ഒരു പ്രയോഗം നമ്മൾ കാണാൻ കഴിയും. तो यहाँ पर वाक्य 9 जब पढ़ते समय में वहां पर देखो, तुम में से ऐसा कौन है जब अपना पुत्र पिता से जब मांगते समय में जब वो रोटी मांगता है तो 11 वाक्य में, तो कोई उसको मच्छी या पत्थर देगा क्या?
तो वहां पर यहाँ पर ये संसार के रीति के अनुसार यहाँ पर विषय बोला जा रहा है, जहां पर यहाँ पर जो स्वर्गीय शारीरिक पिता है और एक शारीरिक बेटा का दोनों का रिश्ता के बारे में बता रहा है। परंतु ये रिश्ता जो है वो ये भूमि के विषय तक ही है, यहाँ पर खत्म हो जाएगा। ये दुनिया का ये पिता अपना बेटे के लिए जो भी कुछ करेगा ये दुनिया तक ही सीमित रहेगा। ये दुनिया का पिता कभी भी अपना पुत्र के लिए काम कर कर पुत्र को स्वर्ग नहीं पहुंचा सकता। इसलिए जो भी सेवा जो कर रहा है भूमि के संबंध की बात है। अगर परंतु ये एक दृष्टांत देकर, एक मुहावरा देकर, उदाहरण देकर यीशु मसीह ये बताना चाहता है कि इस दुनिया का पिता अपना बेटे के लिए इतना कुछ अगर कर सकता है, तो जरा सोचो कि स्वर्गीय पिता जो हमारा असली पिता है वो क्यों ना हमें अधिक, स्वर्गीय पिता जो है पवित्र आत्मा को बहुतायत से हमें देगा करके वहां पर कहता है। तो उधर देखो जो शब्द वहां पर लिखा गया है वो 13 वाक्य में पवित्र आत्मा के विषय में कैसा है करके कहता है। അപ്പോൾ ഇവിടെ ഈ അപ്പനോട് മകൻ ചോദിക്കുന്നത്, അപ്പൻ ചോദിക്കുക അല്ലെങ്കിൽ മീൻ ചോദിക്കുക എന്നൊക്കെ അതിന്റെ അർത്ഥം എന്താണ്? അവൻ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ഊർജം കൊണ്ട് അവൻ ഈ ലോകത്തിൽ ജ്ഞാനിയായി തീരുകയാണ്. तो यहाँ पर बेटा जब अपना पिता से जब वो रोटी पूछता है या मच्छी पूछता है तो वो क्या कर रहा है? वो बेटा जो पिता जब उसको रोटी और मच्छी देते समय में, तो वो बेटा वो मच्छी और रोटी खाकर ये दुनिया में जीने के लिए जो ऊर्जा और जो शक्ति चाहिए वो खाना से प्राप्त कर लेता है। അത് ഒരു ദോഷിയായ അപ്പൻ തന്റെ മകന് കൊടുക്കുന്നെങ്കിൽ, अगर एक दुष्ट पिता अपना बच्चों के लिए अगर ऐसा कर सकता है तो ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക ജ്ഞാനം, നമുക്ക് പിതാവിനെ അറിയണമെങ്കിൽ ഹോളി സ്പിരിറ്റ് വേണം. നമ്മൾ വീണ്ടും ജനിച്ചത് ഹോളി സ്പിരിറ്റിനാലാണ്. വേദപുസ്തകം വായിക്കണമെങ്കിൽ എന്ത് നിത്യതയോടുള്ള കാര്യം സമ്പാദിക്കണമോ അതിന് ദൈവാത്മാവിന്റെ സഹായം കൂടാതെ കഴിയത്തില്ല. കാരണം അത് ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. तो जिस रीति से दुनिया की बातों का ज्ञान के लिए दुनिया की चीजें चाहिए, उसी रीति से स्वर्गीय बातें, ईश्वरीय ज्ञान और आत्मिक ज्ञान अगर हमें चाहिए तो पवित्र आत्मा चाहिए। पवित्र आत्मा के द्वारा हमें नया जन्म होता है, पवित्र आत्मा हमें समझाता है, वचन का बेच देता है। ये सब बातें पवित्र आत्मा के द्वारा है जो हमें आत्मिक बातें समझाकर हमें देता है। उसके लिए हमें पवित्र आत्मा मिलना बहुत जरूरी है। നമ്മൾ യോബിന്റെ പുസ്തകം അതിന്റെ 32ന്റെ 8ാം വാക്യം വായിക്കുമ്പോൾ, अय्यूब का पुस्तक उसका 32 का 32 वर्स, 32ന്റെ 8, 32 का 8 जब हम पढ़ते हैं, पढ़े, परंतु मनुष्य में आत्मा तो है ही और सर्वशक्तिमान अपने ही हुई सांस से उन्हें समझने की शक्ति देता है. അപ്പൊ മനുഷ്യനൊരു മനുഷ്യാത്മാവുണ്ട്. ഇപ്പൊ നമ്മള് അപ്പനോ അമ്മയോ നമ്മൾ ചോദിക്കുമ്പോൾ ഈ ലോകത്ത് മുട്ട തരുന്നതും പാല് തരുന്നതും ഭൗമിക വസ്തുക്കൾ തരുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ടിയല്ല. तो इस दुनिया का पिता जब अपना बेटे को रोटी देता है और मच्छी देता है तो वो अपना आत्मा का बढ़ोतरी के लिए नहीं देता. അവന് മുട്ട കൊടുത്തെങ്കിൽ എന്റെ മകൻ പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ ഉന്നത നിലയിലാകത്തുള്ളൂ എന്ന് പിതാവിന് അറിഞ്ഞതുകൊണ്ട് അവൻ ഭൗമിക ജ്ഞാനത്തിന് വേണ്ടി അപ്പം കൊടുക്കുകയാണ്. तो पिता जानता है कि मैं अपना बेटे को जब मैं रोटी दूंगा, उसको खाना दूंगा, चपाती और अंडा और ये सब ऐसा पौष्टिक भोजन देगा तो ही मेरा बेटा पढ़ लिख कर कुछ बड़ा मुकाम में पहुंच सकता है। तो वो भविष्य को देखकर पिता अपना बच्चे के लिए सबसे अच्छा खाना देता है. അപ്പൊ മനുഷ്യനൊരു മനുഷ്യാത്മാവ് ഉണ്ടാകുന്നത് തന്നെ ഹോളി സ്പിരിറ്റിന്റെ പ്രവൃത്തി. നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത് ആത്മാവിൽ നമുക്കൊരു മനുഷ്യാത്മാവ് ജനിച്ചു. तो इसके लिए परंतु मनुष्य में एक आत्मा है, मतलब क्या है, ईश्वरीय विषय में बात जानने के लिए जो मनुष्य आत्मा जो हमको चाहिए वो पवित्र आत्मा के द्वारा है, क्योंकि पवित्र आत्मा के द्वारा हमारा नया जन्म होता है. नया जन्म होता है मतलब क्या, मनुष्य को एक नया आत्मा मिलता है. അങ്ങനെ നമുക്ക് ഭൗമിക ലോകത്തിൽ നിന്നും കിട്ടിയ ജ്ഞാനം നമ്മുടെ ദേഹിയിൽ ഇരിക്കുമ്പോൾ ആ ജ്ഞാനം ഒന്നും നിത്യതയോട് കണക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പിതാവായ ദൈവം നമുക്ക് ആത്മാവിനെ തരിക എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനം പകർന്നു തരിക. അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ പിതാവ് ആരാണെന്ന് മനസ്സിലാകും, യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാകും. എല്ലാ ദൈവീയ കാര്യങ്ങളും പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. इसके लिए एक व्यक्ति को स्वर्गीय बातें अगर जानना है तो उसको पवित्र आत्मा मिलना जरूरी है
और उस पवित्र आत्मा से उसको ज्ञान मिलना बहुत जरूरी है। इसके लिए वहां पर प्रभु जब कहता है कि तुम अगर पिता को पूछे, स्वर्गीय पिता को पूछेगा तो क्यों वो तुम्हें अधिक बहुत पवित्र आत्मा नहीं देगा, क्या करके मतलब क्या, किस विषय में पवित्र आत्मा दे रहा है? पवित्र आत्मा का ज्ञान को देने के विषय में वहां पर प्रभु कह रहा है। क्यों? क्योंकि उस ज्ञान के द्वारा हमारा स्वर्गीय पिता कौन है हमको समझ में आएगा, यीशु मसीह के साथ हमारा संबंध क्या है, उद्धार क्या है, ये सब स्वर्ग का सब आत्मिक बातें को हमें पवित्र आत्मा का ज्ञान से हमें मालूम पड़ेगा। നമ്മള് ദൈവത്തിന്റെ ആലയം, പഴയ നിയമത്തിലെ ആലയം പണിയാനായിട്ട് ദൈവം രണ്ട് സഹോദരന്മാരെ കൽപ്പിച്ചാക്കുന്നുണ്ട്. हम देखते हैं कि पुराने नियम में मंदिर को बांधते समय में प्रभु ने खास रीति से 2 लोगों को नियुक्त किया था। അത് സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയിലെ, അത് ആ സ്വർഗത്തിലുള്ള കാര്യങ്ങളുടെ ഒരു നിഴലായിട്ട് ഭൂമിയിൽ അത് പണിയണം. അതിന് മാനുഷിക ജ്ഞാനം സാധിക്കത്തില്ല. അതിനാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ तो जब वो लोग मंदिर बनाने जाते समय में परमेश्वर ने मूसा को पहले से ही स्वर्ग का दर्शन दे के दिया था कि जो स्वर्ग, जो पहाड़ पर मैंने जो बातें बताया था वही तुझे भूमि में करना है। तो प्रभु ने जब मूसा को जो बताया था वो स्वर्गीय बातें था जो उसको बताया था। इसलिए प्रभु ने जब लोगों को नियुक्त किया था, उन लोगों को जब नियुक्त करते समय में वो लोग अपना जो सांसारिक समझ है, जो शारीरिक बुद्धि है, उस बुद्धि से जो उनको शारीरिक रीति से मिला उसके मदद से कभी भी वो लोग वो बात बना नहीं सकते थे। നമുക്കതൊന്ന് വായിക്കാം. അവിടെ ഇവര് യഹൂദ ഗോത്രത്തിൽ, അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിൽ ഹൂറിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ബെസലേൽ ഓൾറെഡി ജ്ഞാനിയാണ്, പക്ഷെങ്കിൽ ആ ജ്ഞാനം ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് സാധിക്കത്തില്ല. അതിന് ദൈവം എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. तो प्रभु वहां पर क्या करता है, उस सूर की जो ओर से जो पुत्र है बजलेल को प्रभु वहां पर चुनता है और उसको प्रभु नियुक्त नाम लेकर उसको बुलाकर कार्य के लिए, सेवा के लिए उसको बुलाता है। और हम जानते हैं कि बजलेल को एक ऐसा पहले से ही वो एक ज्ञानी व्यक्ति था, जो शारीरिक रीति से अच्छा ज्ञानी व्यक्ति था, लेकिन प्रभु जब उसको इस्तेमाल करते समय में क्या करता है उसे, അവിടെ അതിന്റെ 3-ാം വാക്യത്തിൽ അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ, ആ ദിവ്യാത്മാവെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ദിവ്യാത്മാവെന്നല്ല, ഹോളി സ്പിരിറ്റ് എന്ന, ദൈവത്തിന്റെ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 3 पढ़े। और मैं उसको परमेश्वर की आत्मा से, जो बुद्धि, प्रवीणता, ज्ञान और सब प्रकार के कार्यों की समझ देने वाली आत्मा है, परिपूर्ण करता हूँ। हाँ, तो ये सब बातों को बजलेल को आत्मा का सामर्थ्य मिलेगा, या आत्मा से वो भर जाएगा, जिसके वजह से उसको बुद्धि मिलेगा, ज्ञान मिलेगा, प्रकाश मिलेगा, ताकि सब प्रकार का कारीगरी वो कर सके। അപ്പൊ ഈ ബെസലേൽ ചെയ്യേണ്ടത് സ്വർഗത്തിലുള്ള കാര്യങ്ങളുടെ ദൃശ്യമായ രൂപമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. तो बेजलेल अभी जो भी कार्य करने वाला है वो क्या करेगा, स्वर्ग का जो रूप है जो मूसा ने देखा था वो बातों को बेजलेल करना पड़ेगा, उसका कारीगरी करना है उसके। അത് അവന് ഭൂമിയിൽ വെച്ച് പഠിച്ച ജ്ഞാനം അതിന് പര്യാപ്തമല്ല. तो बेजलेल ने जो भूमि में जो उसने जो ज्ञान प्राप्त किया, या जन्म से जो शारीरिक ज्ञानी है, उस ज्ञान की मदद से कभी भी आले का कारीगरी नहीं कर सकता। അപ്പോൾ ഇത് സങ്കല്പിച്ച് ചെയ്യാൻ അവന് ഒരു ഇമാജിനറി ഉണ്ടാകണം. അപ്പൊ അത് ദൈവം കൊടുക്കുന്ന ഇമാജിനറിയാണ്. അവിടെ കൊത്തുപണി ചെയ്യുക, തടി കൊണ്ടുള്ളത്, മരം കൊണ്ടുള്ളത്, സ്വർണം കൊണ്ടുള്ളത്, വെള്ളി കൊണ്ടുള്ളത് എല്ലാം ദൈവത്തിന്റെ വളരെ ആർട്ട് വർക്കാണ്. അതിനെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം. അപ്പൊ ആത്മാവിൽ നിറയെ എന്ന് പറഞ്ഞാൽ അർത്ഥം അന്യഭാഷ പറയുക, രോഗികളെ സൗഖ്യമാക്കുക, അങ്ങനെയുള്ള ഒരു നിലയിൽ മനുഷ്യൻ കരുതുന്നത് കൊണ്ട്, അതല്ല കരുതുന്നത് കൊണ്ട് പലപ്പോഴും അവരത് അങ്ങനെ ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെങ്കിൽ അത് കിട്ടുന്നില്ല. അപ്പൊ അവർ ചിന്തിക്കും ആത്മാനിറവ് പ്രാപിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയെ എന്ന് പറഞ്ഞാൽ നിത്യതയുടെ കാര്യങ്ങൾ ഭൂമിയിൽ വെച്ച് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് ഇവിടെ ആത്മാവിൽ നിറയെ എന്നുള്ള അർത്ഥമാക്കുന്നത്. അതാണ് കർത്താവ് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ ഉദ്ദേശിച്ചത്. तो यहाँ पर जब बेजलेल को जब आत्मा से परिपूर्ण करते समय में पवित्र आत्मा क्यों उसको दिया गया था, किस विषय के लिए था, स्वर्ग की बातों का वो ज्ञान मिलकर उसका बुद्धि और उसका प्रवीणता और उसका ज्ञान और उसका सब प्रकार का कार्य समझकर वो क्या करे, सब प्रकार का वो कारीगरी कर सके, और जिसकी वजह से सोना चांदी और बहुत से बारे उपकरणों को लेकर, पत्थरों को लेकर, लकड़ियों को लेकर, ये सब बातों को उसको जोड़ना था। तो ये सब का सामर्थ और ज्ञान और बुद्धि उसको ईश्वर की ओर से, आत्मा की जो स्वर्गीय मंडल की बातें है, स्वर्ग की नजरिया है,
उस बातों का पॉइंट ऑफ व्यू से था जो बेजलेल बनाता था। लेकिन आज हम लोग देखते समय में लोग आत्मा का दान मिला या आत्मा मिला या आत्मा में भरपूर परिपूर्ण होना करके बोलते समय में लोग अक्सर क्या सोचते हैं, उनका शरीर में कुछ फीलिंग हुआ, कुछ चंगाई किया, कुछ अन्य भाषा बोला, तो ऐसा सब करेगा तो ही आत्मा में परिपूर्ण होगा, इसलिए वो लोग आत्मा प्राप्त पाने के लिए वो लोग प्रार्थना करते रहते हैं। लेकिन क्यों वो लोग प्रार्थना कर रहे हैं? क्योंकि अन्य भाषा बोलने, चिन्ह चमत्कार करने, ये सब बातों के लिए जो पहले से वो लोग ने संकल्प करके रख, तो ऐसा सब करने से क्या वो प्रार्थना करते हैं और आत्मा मिलता भी नहीं है, तो उनको क्या लगता है अभी तक मुझे आत्मा मिला नहीं इसलिए हो रहा नहीं। तो ये सब क्यों विषय उनके इस विषय में उन लोग को हार हो रहा है? क्योंकि वो लोग पवित्र आत्मा को अपने शारीरिक ज्ञान से वो लोग शारीरिक विषयों की बातों के लिए वो लोग इस्तेमाल करने के लिए देखते हैं। लेकिन पवित्र आत्मा जब दिया गया था या हमें उसमें भरने के लिए था, वो क्यों था? आत्मिक बातें, स्वर्गीय बातों से का ज्ञान मिलकर समझने के लिए। यही विषय है प्रभु लूका का पुस्तक में कहता है कि तुम लोग अगर मांगोगे तो प्रभु पिता परमेश्वर हमें आत्मा देगा ताकि हम लोग स्वर्गीय बातें समझ सके। അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പൊ നമ്മൾ ആത്മാവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? സ്വർഗത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. तो वहां पर प्रभु ने जब कहा कि तुम मांगो तो पिता तुमको क्यों ना तुमको पवित्र आत्मा देगा करके, तो देगा मतलब किस अर्थ में दे रहा है? हमें पवित्र आत्मा से भरने के लिए और स्वर्गीय ज्ञान को प्राप्त करने के लिए, उस विषय के लिए वो दे रहा है। तो उसका देना का मतलब क्या है? ज्ञान से भर देना। അപ്പൊ പഴയ നിയമത്തിൽ സ്വർഗത്തിലുള്ള കാര്യങ്ങളുടെ ദൃശ്യമായ രൂപത്തിന് മുമ്പിലാണ് അന്നത്തെ ജനം കൂടി വന്നത്. അവര് ദൈവത്തെ ആരാധിച്ചു. അപ്പോഴും അതിനെ നമ്മളെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത് ജഡപ്രകാരമുള്ള ഒരു ആലയമായിരുന്നു, ജഡപ്രകാരമുള്ള അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം പ്രാകാരം ഉണ്ടായിരുന്നു. നമ്മുടെ വായിക്കാം 9-ാം അധ്യായം. तो पुराने नियम में हम देखते हैं कि जब परमेश्वर ने मूसा को जो स्वर्गीय दर्शन दिखाया और दर्शन दिखाने के बाद प्रभु ने अपने अपने लोगों को बेजलेल जैसे लोगों को इस्तेमाल किया उस बात को पूरा करने के लिए, परंतु वो सब क्या था? वो भूमि संबंधित था, दृश्य संबंधित था, पृथ्वी की वस्तुओं से संबंधित लेकर देखकर स्पर्श कर कर अनुभव करने वाली बातों के आधार पर था, जो हम लोग इब्रानियों को पुस्तक 9 का 1 पढ़ते समय में हम समझ सकते हैं। ഇവിടെ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുകയാണ്. എബ്രായ ലേഖനം 9-ന്റെ 1 മുതൽ. 9 का 1 में हम पढ़ते हैं, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു, ഒരു കൂടാരം ചമഞ്ഞു. ഇതെല്ലാം ബെസലേൽ ചെയ്ത കാര്യമാണ്. तो पढ़ना 9 का 1। निदान उस पहली वाचा में भी सेवा के नियम थे और ऐसा पवित्र स्थान जो इस जगत का था, 2 भी। अर्थात एक तंबू बनाया गया। पहले तंबू में दीवट और मेज और बेट की रोटियां थी। तो ये सब बातें बेजलेल ने जो पवित्र आत्मा से वो भर कर सामर्थ मिला, उस ज्ञान से बेजलेल ने ये सब बातें उसने किया। ഇതെല്ലാം ക്രിസ്തുവിനെയും സഭയാണ് കാണിക്കുന്നത്. परंतु ये सब हम जानते हैं कि मसीह और कलीसिया मंडली को दर्शाता है। അവിടെ ആ മന്ദിരം എന്ന് പറയുന്നത് സഭയാണ്. കാരണം പ്രാകാരം അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം സഭയായിരിക്കുമ്പോൾ ഈ സഭയുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ കാര്യങ്ങളാണ് അവിടെ ബെസലേൽ പണിത് കാണിക്കുന്നത്. तो वहां पर तंबू बनाया जाए मतलब क्या? तंबू मतलब किसको दर्शाता है? वो कलीसिया को दर्शाता है। जो पुराने नियम में मंदिर था वो नए नियम में कलीसिया है, मंडली है, और उसके अंदर की बातें जो बेजलेल बनाया था वो सब आने वाला मसीहा को प्रतिबिंबित करने वाली वस्तुएं थी। അപ്പൊ ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ, इसलिए परंतु आज हम लोग जब आराधना में आते हैं, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കാര്യവും ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നില്ല, അതിന്റെ അർത്ഥം ജഡിക ജ്ഞാനത്തിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല, ദൈവത്തെ സേവിക്കാൻ, അവന്റെ സഭയാകാൻ കഴിയുകയില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് ജ്ഞാനം തരികയാണ്. അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ മേശയ്ക്ക് എടുത്തു വരുമ്പോൾ ആ കാണുന്ന മേശ എന്താണ്, അപ്പം എന്താണ്, വീഞ്ഞ് എന്താണ്, സഹശിഷ്യന്മാര്, വിശ്വാസികൾ ആരാണ്, ഇതിന്റെ എല്ലാം മൂല്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തെളിയിച്ചു തരുമ്പോൾ ഇന്ന് ഓരോ വ്യക്തികളും ബെസലേലാകുകയാണ്. ഓരോ വ്യക്തികളും ആത്മജ്ഞാനം നിറഞ്ഞവരായി തീരുകയാണ്. इसके लिए प्रियो, आज हम लोग नए नियम का लोगों को खासियत क्या है? नए नियम के लोग, विश्वासी लोग जब एकत्र होते हैं समय में, उन लोग कोई शारीरिक रीति से दिखने वाला भूमि की चीजों से बनाया हुआ एक शारीरिक मंदिर उसमें नहीं आ रहे, बल्कि एक आत्मिक आराधनालय में आ रहे, एक आत्मिक मंदिर में आ रहे, जहां पर भाई लोग एकत्र होकर आत्मा के ज्ञान के मदद से सब बातों को समझ रहा है। तो जिसकी वजह से वहां पर कोई भी शारीरिक संबंध की बातें या अनुभव के विषय का कुछ भी नहीं है, सब आत्मिक है। जब वो लोग मेज को देखते समय में उसका रोटी और उसका दाकरस और भाई लोग एकत्र होना, भाईचारा, ये सब आत्मिक नजरिए से आत्मिक बातों को ग्रहण करते हुए एक आत्मिक आराधनालय में आ रहे हैं।
അപ്പോൾ നമ്മൾ അടിസ്ഥാന പണിക്കാരായ സഭയുടെ അടിസ്ഥാന പണിക്കാർ പുതിയ നിയമത്തിൽ വരുമ്പോൾ പ്രധാന ശില്പിയായ അപ്പോസ്തലനായ പൗലോസാണ്. അതുപോലെ 12 അപ്പോസ്തലന്മാരാണ്. ഇവർക്ക് മാത്രമല്ല ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നത്, ആത്മാവിൽ നിറയേണ്ടിയിരുന്നത്. കാരണം എല്ലാ വിശ്വാസികളും അപ്പോസ്തലന്മാരും എല്ലാം ഈ ദൈവിക ജ്ഞാനത്തിന്റെ നിറവിലേക്ക് എത്താൻ ആത്മാവിന്റെ നിറവ് അവർക്ക് ആവശ്യമായിരുന്നു. तो इसलिए नए नियम का कार्य होने की वजह से, अभी आत्मा आने की वजह से क्या हो गया, हम लोग सब लोग बेजलेल बन गए, हम लोग सब लोग प्रभु के कारीगरी लोग हैं, प्रभु के सेवा करते हैं। और शुरुआत में प्रभु क्या करते थे, प्रभु ने जब चेलों को और प्रेरितों को भविष्यवक्ता को इस्तेमाल किया था, तो आत्मा में भरने का जो कार्य है वो सिर्फ प्रेरितों और भविष्यवक्ताओं को ही भरने के लिए सीमित नहीं था। सभी विश्वासी लोगों को प्रभु ने वो मौका दिया कि आत्मा में भरकर प्रभु के कारीगरी के लिए इस्तेमाल हो जाए। നമ്മൾ അപ്പോസ്തലനല്ലാത്ത അടിസ്ഥാന പണിക്കാരനല്ലാത്ത ഒരു സഹോദരൻ ആത്മാവിൽ നിറഞ്ഞ് അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിൽ നിറഞ്ഞ ഒരു കാര്യം നമ്മൾ സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ വാക്യം നോക്കാം. हम लोग स्तेफानोस के विषय में अगर हम पढ़े तो हम जानते हैं कि स्तेफानोस जो शुरुआती समय में वो प्रेरित नहीं है, भविष्यवक्ता नहीं है, क्योंकि हम जानते हैं कि मंडली का बांधने का काम जो शुरुआत नींव डालते समय में वो प्रेरित लोगों ने और भविष्यवक्ताओं ने किया करके हम जानते हैं। लेकिन अब स्तेफानोस के जीवन में देखा जाए तो वो एक ऐसा व्यक्ति है जो प्रेरित भी नहीं है और भविष्यवक्ता भी नहीं है। उसको कैसा प्रभु इस्तेमाल किया हम पढ़ेंगे। അവിടെ സ്തെഫാനോസ് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവനായി അവിടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ 6 അധ്യായത്തിന്റെ 9-ാം വാക്യം 6 का 9 जब पढ़ते समय में किस रीति से स्तेफानोस जब प्रभु का आत्मा से भर गया तो कार्य किया करके हम पढ़ते हैं। ലിബർത്തനക്കാർ എന്ന് പേരുള്ള പള്ളിക്കാരാലും കുറേനക്കാരാലും അലക്സാണ്ട്രിയക്കാരാലും കിലിക്കിയ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും ജ്ഞാനവും ആത്മാവും ചേർന്ന് പോകുന്ന കണ്ടോ. पढ़ना 9 और 10। तब उस आराधना में से जो लिबर्तिनी की कहलाती थी और कुरेनी और सिकंदरिया और किलिकिया और एशिया के लोगों में से कई एक उठकर स्तिफनोस से वाद विवाद करने लगे, परंतु उस ज्ञान और उस आत्मा का जिससे वह बातें करता था वे सामना न कर सके। तो ज्ञान और आत्मा, देखो ज्ञान और आत्मा एक ही इसमें विषय में इस्तेमाल किया गया है। അപ്പോൾ അതാണ് നമ്മള് അപ്പം ഓരോ വിശ്വാസിയും इस रीति से हर एक विश्वासी, एक एक विश्वासी പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ലൂക്കോസ് സുവിശേഷത്തിൽ ഉദ്ദേശിച്ചതാണ്. കാരണം ജ്ഞാനവും ആത്മാവും അതാണ് നമ്മൾ എഫേസ്യ ലേഖനം പൗലോസ് അത് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തില് लूका में जब प्रभु ने प्रार्थना करने के लिए जब उनको बताया वो इसी विषय में था कि आत्मा और ज्ञान से भरकर प्रभु का विषय का कार्य करे। इसी विषय में एफिसियों का पुस्तक में हम पढ़ते हैं। നമ്മൾ അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 1:17 1:17 में इस तरह हम देखते हैं, നമുക്ക് അതായത് ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമുക്ക് ജ്ഞാനവും പ്രകാശവും തരികയാണ്. അതാണ് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോ വിശ്വാസിയും ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കണ്ട, അവനെ ആത്മാവിൽ സീൽ ചെയ്യാൻ പ്രാർത്ഥിക്കണ്ട, അവനെ സ്നാനപ്പെടുത്താൻ പ്രാർത്ഥിക്കണ്ട. കാരണം ഇതൊക്കെയും ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മളിൽ പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ അവൻ പിന്നെയും നിരന്തരം ആത്മാവിന്റെ ജ്ഞാനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 17 पढ़ना कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपनी पहचान में और ज्ञान और प्रकाश की आत्मा दे। तो देखो यहाँ पर एक विषय जो पौलुस यहाँ पर प्रार्थना करने के लिए कहता है, किस विषय में कहता है कि पहचान में, ज्ञान में और प्रकाश का आत्मा दे। तो आत्मा को विषय में आत्मा दे करके विषय में नहीं है, बल्कि उसका प्रकाश और ज्ञान और सामर्थ मिलने के लिए या पहचान मिल सके उस विषय में है। इसके लिए हम लोग को विश्वासी जब नया जन्म पाने के बाद हमेशा आत्मा में भरकर ज्ञान से भर जाने के विषय के लिए हमेशा प्रार्थना करना उसके लिए बहुत जरूरी है। वो विश्वासी को नया जन्म होने के बाद हे प्रभु मुझे अभिषेक करो, मुझे छाप दो, मुझे आत्मा का बपतिस्मा दो, ये सब बोलने का जरूरत नहीं है, क्योंकि जैसे ही वो नया जन्म हुआ उसको ये सब बातें मिला। लेकिन विश्वासी बन जाने के बाद आत्मा का ज्ञान और आत्मा का प्रकाश मिलने के विषय के लिए उसको रोज प्रार्थना करना जरूरी है। അപ്പോൾ അവിടെ അപ്പം ഇത് നമുക്ക് ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കുന്നെങ്കിൽ ये प्रार्थना को अगर हम लोग नहीं कर रहे तो ആത്മാവ് തരുന്ന ജ്ഞാനത്തിന് പകരമായിട്ട് നമ്മുടെ ഭൗമിക ജ്ഞാനം അത് മുതലെടുക്കും. ഭൗമിക ജ്ഞാനം മുന്നിൽ വരികയും പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും പ്രസംഗിക്കാനും ഒക്കെയും നമ്മൾ ഈ ഭൗമിക ജ്ഞാനം വചനത്തിൽ നിന്ന് കണ്ടെത്തും. അതാണ് നമുക്ക് അക്ഷരം കൊല്ലുന്നു അല്ലെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നത്.
तो इस अगर हम लोग इस विषय को हम लोग प्रार्थना में प्रभु की उपस्थिति में रखकर बार बार अगर प्रार्थना में नहीं रहा, ताकि हम लोग प्रभु का आत्मा का ज्ञान का सामर्थ मिले, इसके लिए हम लोग प्रार्थना में नहीं रहे और उसमें कमी होता रहा, तो हमारा शारीरिक ज्ञान इस विषय में वो हमारा फायदा उठाकर वो हमारा आत्मिक विषय के विषय में शारीरिक ज्ञान फायदा उठाएगा, और वो क्या करेगा, वो हमारे उस आत्मिक ज्ञान के बदले हमारा शारीरिक ज्ञान इस्तेमाल कर कर प्रभु के बातों को समझने के लिए, प्रचार करने, भाषण देने, ये सब के लिए हम लोग शारीरिक ज्ञान में हम लोग भरोसा कर कर निर्भर होते रहेंगे, जो वो एक बहुत बड़ा धोखा होगा विश्वासी के लिए। पर इसके लिए आत्मा का ज्ञान में बनना बहुत जरूरी है। അപ്പൊ ഇവിടെ നമ്മള് സദൃശ്യവാക്യ 8-ാം അധ്യായത്തില് नीति वचन 8वां अध्याय, അതിനൊരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു ആളത്വം കൽപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തെ കുറിച്ച്, അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല, കർത്താവ് തരുന്ന ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. 8वां अध्याय में वहां पर हम ज्ञान के बारे में हम पढ़ते हैं, तो वो ज्ञान को एक व्यक्तित्व दिया है। वो यीशु मसीह के बारे में नहीं बोल रहा है, बल्कि हर एक व्यक्ति को जब ज्ञान मिलेगा उसके विषय में कह रहा है। അത് 11-ാം വാക്യത്തിൽ 8-ന്റെ 11 8 का 11 पढ़े प्रोवर्ब्स। क्योंकि बुद्धि मूंगे से भी अच्छी है और सारी मनभावनी वस्तुओं में कोई भी उसके तुल्य नहीं है। അപ്പോൾ ഇതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ദൈവം തരുന്ന ഈ ജ്ഞാനം നിത്യതമായി നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകുന്നില്ല, നമ്മൾ മരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ ജ്ഞാനത്തിൽ നമ്മൾ തികവിൽ എത്താനാണ് ദൈവം ആഗ്രഹിക്കുക. ഈ ജ്ഞാനം ഓരോ വിശ്വാസിയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞ് ഈ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരും. तो ये इस ज्ञान का तुल्य और कुछ भी नहीं है, क्योंकि प्रभु ने जो हमको आत्मिक ज्ञान दिया है, ईश्वरीय ज्ञान दिया है, वो सदा टिकने वाला ज्ञान है। मनुष्य ज्ञान मृत्यु तक रहेगा, मृत्यु के बाद खत्म हो जाएगा, लेकिन प्रभु ने जो दिया हुआ ज्ञान मृत्यु के बाद भी चलते रहेगा, सर्वदा के लिए है। उस प्रकार का ज्ञान में बढ़ने के लिए हम प्रभु में हमें को प्रार्थना करना जरूरी है। അപ്പോൾ നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ इस रीति से अगर हम प्रार्थना करते हैं, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവപരിജ്ഞാനം എത്തും, परमेश्वर का ज्ञान का बढ़ोतरी हमको मिलेगा। നമ്മള് സദൃശ്യവാക്യങ്ങൾ അതിന്റെ 2-ാം അധ്യായം, नीति वचन 2 अध्याय, 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ उसका 9 में हम पढ़ते हैं, 9 पढ़े, 10-ാം വാക്യം. और न्याय और सिधाई को निदान सब भली भली चाल समझ सकेगा, क्योंकि बुद्धि तो तेरे हृदय में प्रवेश करेगी और ज्ञान तुझे मनभाव लगेगा। അപ്പൊ ജ്ഞാനം, അതിന്റെ 10-ാം വാക്യം, ഈ ജ്ഞാനം അല്ലെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവാകുന്ന ജ്ഞാനം, ദൈവം നമുക്ക് ലോകത്തിൽ ഇനി നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ജ്ഞാനം ഇല്ലാതെ അവിടെ ചെല്ലാൻ പറ്റത്തില്ല. तो इसके लिए हमें प्रभु की ओर से ईश्वरीय बुद्धि मिलना बहुत जरूरी है। क्यों? क्योंकि प्रभु के ओर का जो बुद्धि है, जो एक व्यक्ति को ईश्वरीय स्वर्गीय विषय में ज्ञानी बनाता है, वो ईश्वरीय ज्ञान जब तक हमको मिलेगा नहीं, तब तक वो स्वर्ग नहीं जा सकता। 10-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമാരി. പിന്നെ ആ ദേഹിക്ക് ഈ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് അവന്റെ ജീവിതത്തിലെ സന്തോഷം ഈ ജ്ഞാനം പ്രാപിക്കും. ജ്ഞാനം വെള്ളിയേക്കാളിലും പൊന്നിനേക്കാളും അധികമായിട്ട് സമ്പാദിപ്പാൻ അവൻ ആഗ്രഹിക്കും. तो इसके लिए जब बुद्धि उसका विषय में, उसका हृदय में जब प्रवेश करते समय में वो क्या हो जाता है, वो ज्ञान उसमें प्रवेश कर कर मन भावनी हो जाता है, जिसकी वजह से वो ज्ञान को बहुत प्रिय समझेगा, वो सोना चांदी से मूल्यवान समझेगा और उसको बहुत ही आनंद मिलेगा और उसकी उत्सुकता में वो आनंद से जिएगा। 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 4 का 7 में हम पढ़ते हैं, ഇവിടെ വായിക്കുകയാണ്, ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, അതിനെ നീ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിന്നെ ആലിംഗനം ചെയ്യും, നിനക്ക് മാനം വരുത്തും. ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ സമ്പത്ത് നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നശിച്ചു പോകാത്ത നിലയിൽ നമുക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നതാണ് നമുക്ക് അടുത്ത യുഗത്തിൽ നമുക്ക് ബെനിഫിറ്റ് ആയി തീരുന്നത്. पढ़ना 7 और 8। बुद्धि श्रेष्ठ है, इसलिए उसकी प्राप्ति के लिए यत्न कर। जो कुछ तो प्राप्त करे उसे प्राप्त तो कर, परंतु समझ की प्राप्ति का यत्न घटने न पाए। उसकी बड़ाई कर, वह तुझको बढ़ाएगी। हाँ, तो ये है प्रभु ने जब हमको ईश्वरीय ज्ञान और ईश्वरीय बुद्धि से हमें जब भरेगा, हम लोग जब उसमें भर जाएंगे, वो क्या होगा, वो अगर हमने आज उसको प्राप्त करने के लिए अगर हमने उत्साह रखा, तो वो हमें भी बढ़ाएगा, हमें भी स्वर्गीय विषय में, स्वर्गीय बातों में और स्वर्ग में भी हमको उस विषय में बढ़ाई हमको मिलेगा। इसीलिए आज हमें उसको खोजना बहुत जरूरी है, ताकि स्वर्ग में भी, आने वाले युग में भी उसका फायदा हमको मिल सके। അപ്പം എന്റെ 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ 35-ാം വായിക്കുമ്പോൾ 8 का 25 में हम पढ़ते हैं, 35 सॉरी 35 में हम पढ़ते हैं, 35 पढ़े।
क्योंकि जो मुझे पाता है वो जीवन को पाता है और അപ്പം यहोवा ജ്ഞാനത്തെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അപ്പൊ ഈ ജ്ഞാനം തന്നെയാണ് ജീവൻ, അല്ലെങ്കിൽ तो ജീവനാണ് ജ്ഞാനം. जो जो ज्ञान को या बुद्धि को पाएगा वो किसको पा रहा है? जीवन को पा रहा है, क्योंकि ज्ञान ही जीवन है. അപ്പൊ കർത്താവായ യേശുവാണ് ഈ ജ്ഞാനം. तो प्रभु यीशु मसीह है ये बुद्धि. അത് ഹോളി സ്പിരിറ്റ് നമുക്ക് അവനെ കുറിച്ചുള്ള ജ്ഞാനം ദൈവാത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. और पवित्र आत्मा है अपने ईश्वरीय बुद्धि हमें वो आत्मा के मदद से हमें देता है, क्योंकि आत्मा रहेगा तो ही हमको समझ में आएगा कि ईश्वरीय ज्ञान क्या है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-4 വായിക്കുകയാണ്. യോഹന്നാ का सुसमाचार 1:4 में हम इस रीति से पढ़ते हैं. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, उसमें जीवन था, ജീവൻ മനുഷ്യരുടെ വെളിച്ചം. ഈ വെളിച്ചം എന്ന് പറയുന്നതാണ് ജ്ഞാനം. और वो जीवन मनुष्य का ज्योति थी. तो ये ज्योति ही क्या है? वो बुद्धि है, वो ज्ञान है. അന്ധകാരം എന്ന് പറയുന്നത് മാനുഷികമായ ജ്ഞാനമാണ് അന്ധകാരം. और अंधकार क्या है? जो ज्योति के खिलाफ है. अंधकार यानी मनुष्य जो अपने समझ से, अपना शारीरिक बुद्धि से जो बातों को निर्णय कर कर कार्य करने देखता है, उसी को अंधकार कहते हैं. അപ്പം നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ മറ്റേത് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പോൾ നമ്മൾ അന്ധകാരത്തിൽ ജീവിച്ചു എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ ജീവിച്ചത് ദൈവസന്നിധിയിൽ അന്ധകാരമാണ്. तो हम लोग जब प्रभु को मिलने से पहले, नया जन्म होने से पहले, हम लोग ये संसार का सामर्थ्य से हम लोग अंधकार में थे करके हम वचन में पढ़ते हैं. अंधकार में थे मतलब क्या? संसार के ज्ञान के अनुसार हम जी रहे थे. जो व्यक्ति, जो मनुष्य इस तरह संसार का ज्ञान में जी रहा था, वो परमेश्वर के नजर में अंधकार में थे. നമ്മള് സങ്കീർത്തനം 56:13 നമ്മൾ വായിക്കുന്നുണ്ട്. भजन संगीता 56 का 13 हम पढ़ेंगे. तेरा पढ़े. क्योंकि तूने मुझको मृत्यु से बचाया है. 56. Yes, 56 verse 13. क्योंकि तूने मुझको मृत्यु से बचाया है, तूने मेरे पैरों को भी फिसलने से बचाया है, ताकि मैं ईश्वर के सामने जीवितों के उजियाले में चल फिरूं. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, ജീവന്റെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ലിവിംഗ് എന്നാണ്. ताकि मैं जीवितों की उजाले में मैं चलूं. मतलब क्या? जो जीवित लोगों का ज्योति है, जीवितों का उजाला है, उस पर मैं चलूं. അപ്പൊ നമ്മള് കർത്താവ് അത് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:12 വായിക്കും. കർത്താവ് ഇത് തന്നെ പറയുന്നുണ്ട്. യോഹन्ना 8:12 पढ़ते समय में प्रभु भी यही कहता है. 8:12 पढ़े. तब यीशु ने फिर लोगों से कहा, जगत की ज्योति मैं हूँ. जो मेरे पीछे होलेगा वो अंधकार में न चलेगा, परंतु जीवन की ज्योति पाएगा. അപ്പൊ കർത്താവിന്റെ പിന്നാലെ നമുക്ക് നടക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ സഹായമാണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ലോക കാര്യങ്ങളെ തേടി പോകുന്നെങ്കിൽ ആത്മാവ് നടത്തുന്നില്ല. तो इसके लिए अगर हम लोग को प्रभु के पीछे अगर होना है, तो जीवन का ज्योति में हमें होना बहुत जरूरी है. पवित्र आत्मा का मदद का बहुत जरूरत है. अंधकार में रहकर हम प्रभु को ढूंढ नहीं पाएंगे या प्रभु के पीछे चल नहीं पाएंगे. ഒരാൾ കർത്താവിലേക്ക് വന്നതിന് ശേഷം വേണ്ടത്ര പ്രോഗ്രസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ അവന് ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ ഉന്നതി കിട്ടാതെ ലോകത്തിന്റെ കാര്യങ്ങളിലേക്കും ലോകത്തിന്റെ സന്തോഷത്തിലേക്കും പോകുന്നത് ആത്മാവിന്റെ നിറവില്ലാത്തത് കൊണ്ടാണ്. കാരണം അവനെ നയിക്കാൻ അവൻ പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല. കാരണം ആത്മാവിന്റെ ജ്ഞാനമില്ല എങ്കിൽ നമ്മൾ ലോകത്തിന്റെ എൻജോയ്മെന്റിലേക്ക് പോകും. तो इसके लिए प्रियो, एक विश्वासी बन जाने के बाद भी आत्मिक उन्नति नहीं हो रहा, आत्मिक बढ़ोतरी नहीं हो रहा. क्यों? क्योंकि वो अभी भी अंधकार के सामर्थ्य से, अंधकार का ज्ञान उसको चला रहा है. अंधकार में वो बना रहकर उसी के बुद्धि पर आश्रय कर जी रहा है. क्योंकि सही रीति से प्रार्थना जीवन नहीं, सही रीति से वचन का अभ्यास नहीं. तो प्रभु का वचन का अभ्यास करना और प्रार्थना में समय नहीं बिताने की वजह से अंधकार उसको चला रहा है. അപ്പം നമ്മള് സഭ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. तो मंडली क्या है? मंडली हम जानते हैं परमेश्वर का राज्य है. അപ്പോൾ ദൈവരാജ്യത്തിന് 2 വശമുണ്ട്. ഒന്ന്, ഇപ്പോൾ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ആത്മാവിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുമ്പോൾ ഈ ദൈവാത്മാവിന്റെ ആ അനുഗ്രഹിക്കപ്പെട്ട ആ രാജഭരണം നമ്മുടെ ഹൃദയത്തിൽ വരികയും നമ്മൾ ദൈവരാജ്യത്തിലാണ്. ഈ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവര് അക്ഷരീയമായി തേജസ്കരണം പ്രാപിച്ച് 1000 കൊല്ലം കർത്താവിനോട് ജീവിക്കും. इसका 2 पहलू को हमें समझना है परमेश्वर का राज्य में का विषय का. उसका एक पहलू यह है कि आज हम लोग जब इस दुनिया में जीते समय में प्रभु पर आश्रय कर वचन के आश्रय कर या प्रभु के आत्मा के अनुसार उस पर आश्रय कर जी रहे हैं, तो वो लोग कौन है? वो लोग जो परमेश्वर का ज्योति है, वो इस दुनिया में परमेश्वर का ज्योति के समान गवाही बनकर जी रहे हैं. इस रीति से उस प्रकाश पाकर जो उस ईश्वरीय ज्योति में जीने वाला व्यक्ति आने वाले युग में प्रभु के साथ राज्य करेगा.
അവിടെ റോമലേഖനം 14:17 रोमियो का पुस्तक 14:17 में हम पढ़ते हैं, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പൊ നമുക്ക് മാനുഷികമായി അല്ലാത്ത ദൈവികമായ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത് ആത്മാവിന്റെ ജ്ഞാനം നമുക്കുള്ളത്. ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിന് ജ്ഞാനമുണ്ട്, ആത്മാവിന് സന്തോഷമുണ്ട്. എല്ലാം ക്രിസ്തുവിന്റെ വകയാണ്, എല്ലാം ക്രിസ്തുവിനുള്ളത് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. और परमेश्वर का राज्य खाना पीने में नहीं, परंतु धर्म और मिलाप और वो आनंद है जो पवित्र आत्मा में है। तो इसलिए परमेश्वर का राज्य का तत्व शारीरिक रीति का खाना पीने में जो मिलने वाला खुशी या शांति उस आधार पर नहीं, बल्कि एक ईश्वरीय आनंद और खुशी और उल्लास में है जो पवित्र आत्मा की मदद से मिलता है। അപ്പൊ നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, याकूब का पुस्तक में हम पढ़ते हैं, അപ്പൊ ഒരാൾ ആത്മാവിൽ നിറഞ്ഞാൽ അതിന് തെളിവ് എന്താണ്? एक व्यक्ति अगर आत्मा में भरा हुआ है तो उसका सबूत, उसका फायदा क्या होगा? അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, 3:13 में हम पढ़ते हैं, അവൻ ഒരാള് നിങ്ങൾ ജ്ഞാനിയും വിവേകിയും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലെ ജ്ഞാനിയും വിവേകി എന്നല്ല. तुम में से ज्ञानवान और समझदार कौन है करके जब वहां पर उस वाक्य में पूछते समय में, मतलब संसार की रीति से ज्ञानी और संसार का रीति से समझदार वो अर्थ में नहीं कह रहा। അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ നല്ല നടപ്പിൽ, അപ്പോൾ അവനൊരു നല്ല നടപ്പുണ്ടാകാൻ, ഒരു ജ്ഞാനം കിട്ടണമെങ്കിൽ അവനിൽ ആത്മാവ് ഉണ്ടായിരിക്കണം, ഹോളി സ്പിരിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവൻ ജഡപ്രകാരം ജീവിക്കും. അപ്പൊ ജഡത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മനുഷ്യന്റെ ജ്ഞാനപ്രകാരം നടക്കുന്നതിനാണ്. ആത്മാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് തരുന്ന ജ്ഞാനത്തിൽ ജീവിക്കുന്നതിനെയാണ് ആത്മാവിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. तो वो मतलब ये क्या है, बल्कि ये एक ऐसा ज्ञान के विषय में है जिसका चाल चलन का में नम्रता के साथ साथ ज्ञान से उत्पन्न होने वाली बातों को प्रकट होता है। मतलब क्या, जो आत्मा से भरा हुआ व्यक्ति, आत्मा का उसका चाल चलन आत्मिक विषय में रहेगा, उसका ज्ञान आत्मिक विषय में रहेगा और वो आत्मा में सब बातें प्रकट होकर समझने लगेगा। उस रीति से ज्ञान उसको मिलता है। അപ്പോൾ സത്യമായ ജ്ഞാനമുണ്ട്, ഫോഷ്കിന്റെ ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കാത്ത ജ്ഞാനമുണ്ട്. तो सच्चा ज्ञान भी है, झूठा ज्ञान भी है, टिकने वाला ज्ञान भी है, खत्म होने वाला ज्ञान भी है। ഈ ജ്ഞാനം ഹൃദയത്തിലാണ് ഉള്ളത്. और ज्ञान जो है हृदय में है। അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുകയാണ്, उसका 14 में हम पढ़ते हैं, എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഷാഢ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന്, ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ നിന്ന് വരുന്ന സത്യമായ ജ്ഞാനത്തിന് വിരോധമായിട്ടാണ്. കാരണം ഈ ലോകത്തിലെ ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് ഈർഷ്യ ഉണ്ടാകത്തുള്ളൂ, ഈ ലോകത്തിലെ ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് പകയുണ്ടാകത്തുള്ളൂ. ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഈ ലോകത്തിലെ ജ്ഞാനം വഴി ഉണ്ടാകുന്നതാണ്. उस 14 पढ़े, पर यदि तुम अपने अपने मन में कड़वी राहों विरोध रखते हो तो सत्य के विरोध में घमंड न करना और न तो झूठ बोलना। तो मतलब क्या, यदि तुम अपने मन में तुम्हें कड़वाहट और विरोध है, मन मतलब हृदय में हमको कहां से कड़वाहट और ईर्ष्या इस प्रकार का अवस्था आता है, और जिस ऐसा रहने की वजह से क्या हो गया, तुम लोग झूठ का विषय का झूठा अवस्था में रहता है। तो झूठ क्या है? परमेश्वर का सच्चा ज्ञान का ज्योति का प्रकाश में नहीं चलने वाला व्यक्ति एक झूठा अनुभव में रहता है और उसका सत्य का विरोध में वो चलते रहता है। लेकिन ईश्वरीय ज्ञान क्या करेगा? क्योंकि स्वर्गीय ज्ञान में कभी भी कड़वाहट और विरोध की बातें, डाह, ईर्ष्या, ये सब नहीं रहता। കാരണം നമുക്ക് കയ്പ് ഉണ്ടാകണമെങ്കിൽ, ഈർഷ്യ ഉണ്ടാകണമെങ്കിൽ, ഷാഢ്യം ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം ഒരു ജ്ഞാനമാണെന്നാണ് പറയുന്നത്. तो मतलब क्या, अगर तो हमारे बीच में कड़वा है, डाह है, विरोध है, बुरा भला करने का अवस्था है, इसकी ये सब करने के लिए भी एक ज्ञान चाहिए। അതാണ് 15-ാം വാക്യത്തിൽ. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. കാരണം മുകളിൽ പറഞ്ഞ ഈർഷ്യ, ഷാഢ്യം അല്ലെങ്കിൽ കയ്പ്, ഇതൊന്നും ഉയരത്തിലെ ജ്ഞാനമല്ല. तो ऊपर 14 में जब पढ़ते समय में अगर मन में अभी भी कड़वी डाह है और ईर्ष्या है, द्वेष है, भेदभाव है, नफरत का स्वभाव है, ये सब कहां से आया? वाक्य 15 में ये ज्ञान यहाँ से नहीं, मतलब कहां से, मतलब वो स्वर्गीय ओर से नहीं है बल्कि पृथ्वी से। तो ये ज्ञान जो कड़वी डाह और विरोध का स्वभाव, वो एक ज्ञान के बल से आता है। പിന്നെ അത് എന്താണെന്നാണ് പറയുന്നത്? तो वो स्वर्गीय नहीं है बल्कि क्या है? वो അത് എർത്തിലിയാണ്, वरन संसारिक है സെൻഷ്വൽ ആണ്, और शारीरिक है, പിന്നെ അത് പൈശാചികമാണ്, और शैतानी है। അപ്പൊ നോക്കുക, അപ്പൊ നമ്മള് ഈ ജ്ഞാനം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. इस प्रकार का ज्ञान लेकर डाह, ईर्ष्या, द्वेष, भेदभाव रखकर, नफरत रखकर स्वर्ग नहीं जा सकता ऐसा व्यक्ति। അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ, इसके लिए हम लोग परमेश्वर का आत्मा से अगर हम भर गए तो, നിറയണമെങ്കിൽ भरना है तो ആത്മാവിനാൽ ശരീരത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ജ്ഞാനം തരികയാണ്, ഈ പഴയ പ്രവൃത്തികളെ ക്രൂശിൽ മരിപ്പിക്കണം.
हमें आत्मा की मदद से हमारे शरीर के दुर्बल कार्यों को हमें उतार फेंकना है, इसलिए पवित्र आत्मा हमको मदद करेगा क्रूश में हमारा ये सारा बुरा अभिलाषा की बातों को बाहर निकाल दे। എന്നിട്ട് അങ്ങനെ നമ്മൾ മരിപ്പിക്കുമ്പോൾ इस रीति से क्रूश में अगर हमारा पुराना मनुष्य का स्वभाव को खत्म करेंगे तो 17 വാക്യത്തിൽ പറയുന്ന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ 17 वाक्य में उसको जो अनुभव मिलेगा, परंतु जो ज्ञान ऊपर से आता है, അത് ഒന്നാമത് അത് നിർമ്മലമാണ്. पहला सबसे पहली बात वो उस ज्ञान का स्वभाव है कि वो पवित्र है, मतलब एक निर्मल स्वभाव का है. പിന്നെ അത് സമാധാനമാണ്, और फिर मिलन सा है, ശാന്തതയാണ്, कोमल है, അത് ദൈവത്തെ അനുസരിക്കുന്നതാണ്, मृदु भाव और परमेश्वर की आज्ञा को मानने का स्वभाव है उसमें. പിന്നെ കരുണയും സൽഫലം എല്ലാ ഗുഡ് ഫ്രൂട്ട്സും എല്ലാ ഗുഡ് വർക്കും വരുന്നത് അവിടെയാണ്. और अच्छे फलों का जो लाभ होने के लिए, मतलब प्रभु का सेवा करने के लिए अच्छा फल उत्पन्न करने का स्वभाव रहेगा. അങ്ങനെയുള്ള വ്യക്തി സമാധാനം വിതയ്ക്കുകയാണ്. ऐसा व्यक्ति क्या करेगा? वो शांति को बो रहा है. അതാണ് നമ്മള് മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. मत्ती का सुसमाचार 5वां अध्याय में हम पढ़ते हैं, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. शांति धन्य है वे जो शांति करते हैं, शांति और मेल मिलाप रखते हैं, क्योंकि वो परमेश्वर के संतान कहलाए जाएंगे. അതാണ് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി വന്ന് ആദ്യം നമ്മളെ ദൈവത്തോട് സമാധാനമുള്ളവനാക്കി തീർത്തു. इसलिए जब प्रभु यीशु मसीह जब इस दुनिया में आया, सबसे पहला हमें परमेश्वर के साथ मेल किया और शांति दिया. എന്നിട്ട് സഹോദരന്മാരുടെ ഇടയിലും സമാധാനം കൊണ്ടിരുന്ന അത് ആത്മാവ് ഉണ്ടെങ്കിലേ അത് കഴിയത്തുള്ളൂ. और फिर भाइयों के बीच में भी मेल और शांति को बनाए करने का ये कार्य भी प्रभु किया, और ये सब पवित्र आत्मा के द्वारा ही ये बरकरार रहता है, आगे बढ़ते रहता है. ആത്മാവില്ലെങ്കിൽ നമ്മളിൽ പ്രകടമാകുന്ന കാര്യങ്ങളാണ് ജ്ഞാനമാണ്. അത് നമ്മളെ യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ നിറവ് നമുക്കില്ലെങ്കിൽ, परंतु अगर आत्मा में अगर हम लोग नहीं जी रहे, आत्मा की मदद से आत्मा का बलबूते में या आत्मा से भरकर एक विश्वासी जीवन नहीं जी रहा है, तो ये दुनिया का ज्ञान उससे वो भरकर सब प्रकार का उल्टा काम करेगा या विरुद्ध काम करेगा, जो हमने याकूब में पढ़ा. അത് യൂദയുടെ ലേഖനം 16-ാം വാക്യം മുതൽ പറയുന്നതെല്ലാം ആത്മനിറവില്ലാത്തവരുടെ കാര്യങ്ങളാണ്. यूदा का पुस्तक उसका 16 वाक्य पढ़ते समय में जो भी विषय वहां पर बोला गया है, वो उस व्यक्तियों के बारे में बोला गया है जिसके अंदर आत्मा का भरपूरता नहीं है. അവർ പിറുപിറുപ്പുകാരായിരിക്കും, वो लोग कुड़कुड़ाने वाले रहेंगे, എപ്പോഴും തങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് ആവലാതി പറയുന്നവരായിരിക്കും, वो लोग हमेशा सब बातों का वो लोग कंप्लेन करते रहेंगे, സ്വന്തം മോഹത്തെ അനുസരിച്ച് നടക്കും. കാരണം ആത്മാവിനെ അനുസരിക്കുന്നില്ല. वो लोग अपने ही अभिलाषा के अनुसार वो लोग चलते रहेंगे. क्यों? पवित्र आत्मा के नियंत्रण में नहीं जी रहे वो लोग. മറ്റുള്ളവരെ പരിഗണിക്കാതെ തങ്ങളെ തന്നെ എപ്പോഴും ഉയർത്താണ് വമ്പ് പറയുക. और वो लोग हमेशा क्या करे? अपने मुंह से घमंड से बात करेगा, मतलब अपना तारीफ करेगा, दूसरों को का विषय में नहीं सोचते. അവർ കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയും. और अपने लाभ के लिए क्या करेंगे? लोगों के विषय में तारीफ करेंगे. എന്നിട്ട് പിന്നെ അതിന്റെ 19-ാം വാക്യത്തിൽ 19वां वाक्य, അവര് ഭിന്നത ഉണ്ടാക്കുന്നവരായിരിക്കും. वो लोग फूट लगाने डालने वाले हैं. അവര് പ്രാകൃതന്മാരാണ്. നമ്മൾ നേരത്തെ വായിച്ചത് പ്രാകൃത ജ്ഞാനമാണ് അവർക്കുള്ളത്. वो लोग शारीरिक लोग हैं, जो हम लोग याकूब में पुस्तक में पढ़ा था. ये ज्ञान जो भूमि का है, शारीरिक है. ഇതെല്ലാം സംഭവിക്കുന്നത് ആത്മാവില്ലാത്തവർ എന്ന. और ये सब गुण क्यों है? क्योंकि उनमें आत्मा नहीं. അപ്പോൾ പിന്നീട് എന്നിട്ട് 20-ാം വാക്യത്തിൽ പറയുകയാണ്, फिर 20 में हम पढ़ते हैं, ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം തരുന്ന പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനത്തിൽ. നമ്മൾ റോമലേഖനം 8-ാം അധ്യായം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് അറിയാമെങ്കിൽ അത് ജഡത്തിന്റെ ജ്ഞാനമാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അന്നേരം നമുക്ക് ദൈവിക ജ്ഞാനം തരികയാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ ആത്മാവ് വേണം. അതിനെയാണ് ആത്മാവിന് ജ്ഞാനം വേണം. അതിനെയാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ उद्देशिക്കുന്നത്. तो पवित्र आत्मा में प्रार्थना करते रहे. तो जो हम लोग 20 में हम पढ़ते समय में पवित्र आत्मा में प्रार्थना करना मतलब क्या? सबसे पहला बात, पवित्र रोमियो का पुस्तक 8वां अध्याय में हम वहां पर हम पढ़ते हैं कि हमें क्या प्रार्थना करना है हमें नहीं मालूम, बल्कि पवित्र आत्मा की मदद से है हम प्रार्थना करते हैं. इसलिए यदि कोई व्यक्ति को प्रार्थना करने कुछ भी अगर आता है, तो उसे ही समझ में आ जाता है कि वो पवित्र आत्मा के अनुसार नहीं है, क्योंकि खुद का व्यक्ति को प्रार्थना करना नहीं आता, पवित्र आत्मा की मदद से है. तो पवित्र आत्मा की सामर्थ्य है, मदद से है, उनका ज्ञान से द्वारा है. प्रतिदिन हमें प्रार्थना में हमें समय बिताना है. അപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടെന്ന ഗുണങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അത് നമുക്ക് നമ്മുടെ അതിവിശുദ്ധമായ വിശ്വാസത്തെ ക്രിസ്തുവിനെ തന്നെ മുറുകെ പിടിക്കും, നമുക്ക് ആത്മീയവർദ്ധന വരുത്തും. എന്നിട്ട് നിത്യജീവന്റെ കാര്യങ്ങൾ, നിത്യതയോടുള്ള കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ തെളിഞ്ഞു വരും.
तो वो, और फिर प्रार्थना में भर गया हुआ व्यक्ति या आत्मा में भरा हुआ व्यक्ति और आत्मा की मदद से प्रार्थना करने वाला व्यक्ति है, फिर आगे की बातें हम देखते हैं कि वो हमेशा परमेश्वर के प्रेम में वो बना रहता है और ज्ञान के विषय में, अनंत काल का विषय का आशा में वो बना रहता है, तो अनंत काल की बातें में वो बढ़ते रहेगा। കർത്താവ് പഠിപ്പിക്കുകയാണ്, ലോകജ്ഞാനപ്രകാരം ഒരു പിതൃത്വമുള്ള ഒരു മനുഷ്യൻ തന്റെ മകന് നശിച്ചു പോകുന്ന കാര്യങ്ങൾ, മുട്ടയും പാലും തേനും എല്ലാം കൊടുക്കുന്നെങ്കിൽ ആത്മാവിന്റെ പിതാവ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ആത്മാവിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം തന്ന് ആത്മാവിന്റെ സഹായത്താൽ, ഇപ്പൊ നമുക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ വേണം. യേശു ക്രിസ്തുവിനെ അറിയണമെങ്കിൽ എല്ലാ ആത്മാവിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളെ സകലവും ഉപദേശിച്ച് വഴി നടത്തത്തക്കവണ്ണം നമ്മൾ ജ്ഞാനികളായി തീരുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിനോട്, കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ആത്മാവിൽ സ്ഥാനപ്പെടുത്തണമെന്നോ ആത്മാവിൽ നമ്മളെ അല്ലെങ്കിൽ മുദ്രയിടണമെന്നോ ഒന്നും പറയണം. അതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷെങ്കിൽ ആത്മാവിൽ നിറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ ജ്ഞാനം കൊണ്ട് നിറയുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. इसके लिए जैसा प्रभु जब दृष्टांत से जब प्रभु बात करते समय में इस दुनिया का दुष्ट मनुष्य, जो शारीरिक मनुष्य, संसारिक मनुष्य अपने बच्चों के लिए इतना संभाल कर बच्चों को रोटी देकर पालन पोषण करता है, तो हमारा आत्माओं का पिता, जो हमारा स्वर्गीय पिता है, जिन्होंने हमें नया जन्म दिया है और उस नया जन्म के द्वारा हमारे अंदर एक नया मनुष्य आत्मा मिला, वो पिता परमेश्वर के द्वारा जो हमें मिला हुआ आत्मा, उस पिता के सामने जब पवित्र आत्मा से भरने के विषय की अगर हम मांग करेगा तो कितना अधिक वो हमको पवित्र आत्मा देगा ताकि हम ज्ञान में बढ़ जाए। और वो क्यों दे रहा है? ताकि हम मसीह का ज्ञान का उत्तमता का पहचान में हम लोग बढ़ सके। अभी आत्मा की मदद से के वजह से ही है हम लोग प्रभु को जान पा रहे हैं, प्रभु को समझ पा रहे हैं, उसका बुद्धि में बढ़ पा रहे हैं, वो पवित्र आत्मा की मदद से है। पवित्र आत्मा ही है जो हमें प्रभु के ईश्वरीय विषय में और स्वर्गीय विषय में, गुण के बारे में सब बातें हमें समझाता है, सिखाता है। इसलिए हमें प्रार्थना में हमें वो सच्चा रीति से प्रभु की उपस्थिति में हमें बने रहकर सही अर्थ क्या है जानने के लिए अपने आप को समर्पण करना जरूरी है। ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം അവന് ആത്മാവിനെ അളവില്ലാതെ കൊടുക്കുന്നു എന്ന്. इसके लिए जब हम देखते, हेलो 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 हाँ डैडी, लास्ट लाइन पे नेम पर हो। हेलो मतलब म्यूट है डैडी, म्यूट है, Let off. म्यूट है, म्यूट है, हेलो म्यूट है। ओके ब्रदर्स, आई थिंक का माइक्रोफोन का इशू हुआ है। प्रे करके वाइट आउट कर लो। यस, इसलिए हमें जो समय प्रभु ने दिया है प्रार्थना में हम लोग रहे, ताकि हम लोग हमेशा प्रभु का ज्ञान में और आत्मा का भरपूरता में हमें बने रहे। कभी भी कोई अभिषेक चाहिए या ये आत्मा का दान, ये बपतिस्मा चाहिए, ये सब बातों का मांग नहीं करना है, क्योंकि प्रभु ने ऑलरेडी हमको नया जन्म के द्वारा हमको मिल चुका है।
लेकिन हमें अब प्रार्थना ये करना है कि हम लोग हमेशा प्रभु के प्रेम में और वो आत्मा के ज्ञान में हम बढ़े, ताकि जितना हम यहाँ पर हम बढ़ेंगे उसके हिसाब से रहेगा हमें राज्य में, उसके हिसाब से हमें उन्नति मिलेगा। प्रभु हम सबको सहायता करे। कोई ब्रदर्स प्रार्थना कर लो।